വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇലക്ട്രിക്കൽ റിലേകളെ പറ്റിയാണ്. പ്രധാനമായിട്ടും ഇലക്ട്രോ മാഗ്നറ്റിക് റിലേകളെ പറ്റി. വിവിധ ടൈപ്പ് റിലേകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ സെമി കണ്ടക്ടേഴ്സുകളിൽ ഉപയോഗിക്കുന്ന സോളിഡ് സ്റ്റേറ്റ് റിലേകൾ, സർക്യൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറൻഷ്യൽ റിലേകൾ, ഈ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഓട്ടോമോട്ടീവ് റിലേകളൊക്കെ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്വിച്ചിങ് പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന EMR അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേകളെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. റിലേ എന്ന് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്വിച്ചാണ് നമുക്കറിയാം. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സുകളിലും ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലുമൊക്കെ ആണ് പ്രധാനമായിട്ടും ഇവ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കലായും ഇലക്ട്രോ മെക്കാനിക്കലായിട്ടും ഒരു സർക്യൂട്ടിനെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുമൊക്കെയാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേകൾ ഉപയോഗിക്കുന്നത്. ടെക്നിക്കലി അതിനെ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുക, സർക്യൂട്ടിനെ മേക്ക് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനുവലായിട്ട് ഒരു സർക്യൂട്ടിനെ സ്വിച്ച് ഓൺ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാതെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ വഴി സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്നു. അത് ഓണാകാം, ഓഫാകാം. ഇലക്ട്രിക്കൽ പാനലുകളിലാണ് നമുക്ക് സാധാരണയായിട്ട് ധാരാളമായിട്ട് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേകൾ കാണാൻ പറ്റുന്നത് അല്ലേ. അതായത് 230 വോൾട്ട് AC റിലേകളും 24 വോൾട്ട് DC റിലേകളും ഒക്കെ നമ്മൾ സാധാരണയായിട്ട് ഈ ഇലക്ട്രിക്കൽ പാനലുകളിലൊക്കെ കാണുന്നതാണ്. സർക്യൂട്ടുകളിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ഇലക്ട്രിക്കൽ പാനലുകളിൽ പ്രൊട്ടക്ഷൻ പർപ്പസിന് വേണ്ടി ഒരുപാട് റിലേകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഓവർ കറണ്ട്, ഓവർലോഡ്, അണ്ടർ കറണ്ട്, അല്ലെങ്കിൽ അണ്ടർ വോൾട്ടേജ്, റിവേഴ്സ് കറണ്ട് തുടങ്ങിയ പല പ്രൊട്ടക്ഷനും വേണ്ടി റിലേകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇലക്ട്രിക്കൽ പാനലുകളെല്ലാം തന്നെ ഈ 230 വോൾട്ട് സർക്യൂട്ട് കൺട്രോൾ ചെയ്യുന്ന ചെറിയ 24 വോൾട്ട് DC റിലേകളെയും കാണാം. പിന്നെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഓക്കെ. അപ്പം ആദ്യം ഇലക്ട്രോ മാഗ്നറ്റിക് റിലേകളുടെ കൺസ്ട്രക്ഷൻ നോക്കാം. ഒരു സാധാരണ SPDT ഇലക്ട്രോ മാഗ്നറ്റിക് റിലേയെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സിംഗിൾ പോൾ ഡബിൾ ത്രോ റിലേകൾ. റിലേകൾ ഒരു ഫ്രെയിമിൽ കണക്ട് ചെയ്താണ് ആദ്യം ഉപയോഗിക്കുന്നത്. അവിടെ ഒരു സൈഡിൽ നോർമലി ക്ലോസ്ഡ് NC എന്ന ലീഡും നോർമലി ഓപ്പൺ എന്ന NO എന്ന ലീഡും പിന്നെ ഒരു കോമൺ ലീഡും കാണാം. റിലേയുടെ മറ്റേ സൈഡിൽ 2 ലീഡ്സും കാണാം. അവ ഈ റിലേയിലേക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. റിലേകൾ പല ഷേപ്പുകളിൽ വരുന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ചെറിയൊരു റെക്റ്റാങ്കുലർ ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ കാണുന്നത്, ഈ SPDT റിലേകൾ. ഓക്കെ. ഈ ബോക്സ് ടൈപ്പ് കവറുകളെ റിലേകളുടെ ഫ്രെയിം എന്ന് പറയാം, അല്ലെങ്കിൽ കവറിംഗ് എന്നും പറയാം. പിന്നെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ ചുറ്റി ഒരു കോയിലുണ്ടാകും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പർപ്പസിന് വേണ്ടി. ഈ കോയിലുകളാണ് റിലേകളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാക്കുന്നത്. അടുത്ത പാർട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു മൂവിങ് പാർട്ട്, ചെറിയൊരു പ്ലേറ്റ് പോലെ സ്റ്റെം ഉണ്ടാവും, അതായത് മൂവബിൾ കോണ്ടാക്ട്സ്. പിന്നെ ചെറിയൊരു സ്പ്രിങ്. ഇത്രയാണ് ഈ ഇലക്ട്രോ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേകളുടെ കൺസ്ട്രക്ഷനിൽ വരുന്ന പ്രധാനപ്പെട്ട പാർട്സ് എന്ന് പറയാം. ഇനി വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഈ റിലേകൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു ചെറിയ സർക്യൂട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടീഷൻ നോക്കിയാൽ, ഒരു സർക്യൂട്ട് നമ്മുടെ റിലേയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ. റിലേയുടെ നോർമലി ക്ലോസ്ഡ് NCയും പിന്നെ കോമൺ ടെർമിനലുമായിട്ട്. അപ്പോൾ ഇതൊരു നോർമലി ക്ലോസ്ഡ് കണ്ടീഷനാണ്. റിലേയുടെ മറ്റേ സൈഡിലുള്ള കോണ്ടാക്റ്റുകളിൽ ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിലേയിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്ത്, അതായത് കോയിൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള കറണ്ട് കോയിലൂടെ കടക്കുകയും കോയിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ട് അടുത്തുള്ള ഈ മൂവിൽ കോണ്ടാക്റ്റിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ അടുത്തുള്ള കണ്ടക്റ്റിംഗ് പാർട്ട് നമുക്കറിയാം, ചെറിയ മൂവബിൾ ആയിട്ടുള്ള പ്ലേറ്റാണ്, നേരത്തെ പറഞ്ഞ സ്റ്റെം പോലത്തെ സാധനം. അതായത് NC പൊസിഷനിലുണ്ടായിരുന്ന റിലേ ഇപ്പോൾ NO പൊസിഷനിലേക്ക് മാറുന്നതായിട്ട് കാണാം. NCയിൽ നിന്നും NOയിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിട്ട് കാണാം. ആ മൂവബിൾ കോണ്ടാക്റ്റ് ക്ലോസ്ഡ് പൊസിഷനിൽ നിന്നും ഓപ്പൺ പൊസിഷനിലേക്ക് മാറുന്നു. ഇതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ഉപയോഗിക്കാം റിലേകളെ. ഒരു സർക്യൂട്ട് റിലേയിൽ നോർമലി ഓപ്പൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനും പറ്റും. അതായത് റിലേ എനർജൈസ് ആകുമ്പോൾ റിലേ NO കണ്ടീഷനിൽ നിന്ന് NC കണ്ടീഷനിലേക്ക് മാറുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു സിംഗിൾ പോൾ ഡബിൾ ത്രോ SPDT റിലേയുടെ കാര്യമാണ്. അതായത് ഒരു സിമ്പിൾ ബേസിക് റിലേ ആണത്. റിലേകളുടെ വർക്കിംഗ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ SPDT റിലേകൾ നോക്കിയാൽ മതിയാവും. ഈ റിലേ ഒരു സ്വിച്ച് ആയതുകൊണ്ടും ഈ പോളുകളുടെയും ത്രോകളുടെയൊക്കെ അറേഞ്ച്മെൻറ്റ്സിൽ റിലേകളെ, അതായത് ഈ EMR റിലേകളെ നമുക്ക് ഇപ്പോൾ സിംഗിൾ പോൾ SPST, സിംഗിൾ പോൾ ഡബിൾ ത്രോ SPDT, അല്ലെങ്കിൽ ഡബിൾ പോൾ സിംഗിൾ ത്രോ DPST, ഡബിൾ പോൾ ഡബിൾ ത്രോ DPDT എന്നിങ്ങനെയുള്ള കാറ്റഗറീസ് ആയിട്ടും തരംതിരിക്കാം. ഈ വ്യത്യസ്ത പോളുകളും ത്രോകളും ഒക്കെ റിലേകൾ ആവശ്യത്തിന് ആപ്ലിക്കേഷനുകൾക്കനുസരിച്ച് ഉപയോഗിക്കുന്നു. ബാക്കിയുള്ളതിനെ പറ്റിയൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇങ്ങനെ വിവിധ സർക്യൂട്ടുകളെ
പർപ്പസുകൾക്കനുസരിച്ച് കൺട്രോൾ ചെയ്യുന്നതാണ് റിലേകളുടെ പ്രധാനപ്പെട്ട ജോലി. നമ്മൾ കണ്ടിട്ടുണ്ടാകും ചില വീടുകളിലൊക്കെ മോട്ടോർ പമ്പ് റിലേകൾ വെച്ച് കൺട്രോൾ ചെയ്യുന്നത്. അതെല്ലാം ഇതുപോലെ ഒരു ചെറിയ ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചിങ്ങിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ സർക്യൂട്ടുകളിൽ കാണുന്ന PLC എന്ന പ്രോഗ്രാമബിൾ ലോജിക്കൽ കൺട്രോൾ കൂടുതൽ പ്രചാരത്തിലൊക്കെ വരുന്നതിന് മുമ്പ് സാധാരണയായിട്ട് റിലേകൾ ഒരുപാട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും റിലേകൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സിസ്റ്റങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകം തന്നെയാണെന്ന് പറയാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇലക്ട്രോ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേകളെ പറ്റി പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് തോന്നുന്നു. ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള ചില ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് റിലേകളെ പറ്റി ഏകദേശം ഒരു ചെറിയ ധാരണ ആയെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഓക്കെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.